ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാ അമ്മമാരും പറഞ്ഞിരിക്കേണ്ട നല്ല എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു അടിപൊളി ഹോം റെമഡിയാണ് പറയാൻ പോണത്. നമ്മുടെ മക്കളുടെ തലയിലൊക്കെ ഉണ്ടാകുന്ന ഈര്, പേന്, അതുപോലെ നമ്മുടെ തലയിലുണ്ടാകുന്ന താരനൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റിയ നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹോം റെമഡിയാണ് നമ്മളിന്ന് പറയാൻ പോണത് കേട്ടോ. ഇതിനായിട്ട് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി റെമഡിയാണ് പറയാൻ പോണത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല. ആര്യവേപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നീം ട്രീയുടെ ഇലയാണ്. ഇത് നമ്മൾ കഴിക്കണ വേപ്പിൻ്റെ ഇല എന്നൊക്കെ പറയും. ഇതിൻ്റെ ഇല ഭയങ്കര കയ്പ്പാണ്. ഇത് നമുക്ക് വളരെ ഔഷധമൂല്യമുള്ള ഒരു സസ്യമാണ് കേട്ടോ. ഇതിൻ്റെ നമുക്ക് തടിയും തൊലിയും ഇലകളും അതുപോലെ തന്നെ വിത്തും എല്ലാം വളരെ ഗുണങ്ങൾ നിറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. അതുപോലെ വിറ്റമിൻ, ഫാറ്റി ആസിഡൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇത് ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കാരണം താരനൊക്കെ തടയാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ മുടിക്ക് നല്ല ബലം കിട്ടാനും നല്ല തിളക്കം കിട്ടാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇത്രയുമാണ് ഇവിടെ വേപ്പിലെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് തുളസിയിലയാണ്. അപ്പോൾ അതേ ഞാൻ ഒരു പിടി തുളസിയില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. തുളസിയില നമുക്ക് വളരെയധികം ഒരുപാട് ഔഷധ ഗുണങ്ങൾ നിറഞ്ഞിട്ടുള്ളതാണ്. ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ ഗുണങ്ങളൊക്കെ നമ്മുടെ തുളസിയിലയിലും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് തലയ്ക്കുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ ഉണ്ടല്ലോ, താരം മൂലമൊക്കെ ഉണ്ടാകുന്ന ചൊറിച്ചിൽ, അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ മാറാനായിട്ട് തുളസിയില സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 2 ചേരുവകളാണ് വേണ്ടത്. തുളസിയിലയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആര്യവേപ്പിൻ്റെ ഇലയും മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ തുളസിയില ഒരുപാടൊന്നും വേണ്ട. ഞാൻ ഈ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ തുളസിയിലയും നമ്മുടെ വേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. പിന്നെ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞേരോ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ. എന്നാലാണ് ഞാൻ അടുത്തതായിട്ട് ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ. അങ്ങനെ നമ്മളിതിവിടെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചിട്ട് ഇതിൻ്റെ നീരെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ജാറിലേക്ക് നമ്മുടെ കംപ്ലീറ്റ് തുളസിയിലയും അതുപോലെ തന്നെ ആര്യവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് വെള്ളം ഒഴിക്കാണ്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. നമ്മളിത് കഴുകിയെടുത്തപ്പോൾ ഇതിൽ ചെറിയ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്കിത് അരയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മൾ ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ അരച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ നീര് കംപ്ലീറ്റ് ആയിട്ടും പിഴിഞ്ഞെടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുക്കാനായിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് ഒരു ചെറിയൊരു കോട്ടൻ്റെ തുണി വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അരിപ്പയിലും അരിച്ചെടുക്കാം. പക്ഷേ ഇങ്ങനെ കോട്ടൻ്റെ തുണി വെച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തുണിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മൾ ഈ ഒരു ഇലയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ് കേട്ടോ. സ്കൂളിൽ പോകുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ തലയിലൊക്കെ പേനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അവർ രാവിലെ കുളിച്ച് മുടിയൊക്കെ കെട്ടി വെച്ച് പോയി പിന്നെ സ്കൂളിൽ ചെന്ന് കുട്ടികളെ അടുത്തൊക്കെയാണല്ലോ ഇരിക്കുക അടുപ്പിച്ച്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് പെരുകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു തലയിൽ ഒരു പേന് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പേന് ഒരു ദിവസം 8 മുതൽ 10 വരെ മുട്ടകൾ ഇടുന്ന പറയുന്നത്. അപ്പോൾ അതായത് 8 മുതൽ 10 വരെ ഈരുകൾ, അത് ഈ പേനിൻ്റെ മുട്ടകളാണ് ഈരുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഈരുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വിരിഞ്ഞിട്ട് പിന്നെയും കുഞ്ഞുങ്ങളായി പിന്നെ അത് വലുതായി പിന്നെ അങ്ങനെ പെരുകിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു പേന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിതിനെ ഒറ്റയടിക്ക് തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഇതിൻ്റെ ഈ നീര് നമ്മൾ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. തലയോട്ടിയിൽ മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നമുക്കിത് വേണമെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്ത് പിടിപ്പിക്കാം. അല്ലെങ്കിൽ നമുക്ക് കൈവിരൽ കൊണ്ട് നമുക്ക് തലയിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് അതുപോലെ ചുരുട്ടിയിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡിൽ മുക്കിയിട്ട് നമ്മൾ തലയോട്ടിയിലും മുടിയിലൊക്കെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഒന്നില്ലെങ്കിൽ കുളിക്കാൻ പോകുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് തേച്ച് പിടിപ്പിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് വൈകുന്നേരമൊക്കെ തലയിൽ പരട്ടിയിട്ട് രാവിലെ കുളിച്ചാലും മതി. പിന്നെ ഇത് നമ്മൾ തേച്ചതിന് ശേഷം ഷാമ്പു ഒന്നിട്ട് കഴുകേണ്ട ആവശ്യമില്ല. ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞാലും മതി. ഷാമ്പു ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പു ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ താരനും പേനും ഈരൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ടിപ്സുകളും റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്